ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പവർ സപ്ലൈ ബോർഡിനെ കുറിച്ചിട്ടാണ്. AB ഇലക്ട്രോണിക്സ് ട്രിവാൻഡ്രം അവരാണ് ഈ ഒരു പവർ സപ്ലൈ ഇറക്കുന്നത്. അപ്പോൾ ഒരു പവർ സപ്ലൈ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് റെഗുലേറ്റഡ് പവർ സപ്ലൈ ഉൾപ്പെടെയാണ് വരുന്നത്. ഒരു 12 വോൾട്ടിൻ്റെ റെഗുലേറ്റഡ് പവർ സപ്ലൈ വരുന്നുണ്ട്. ഒരു 15 റെഗുലേറ്റഡ് സപ്ലൈയും ഇതിനകത്ത് ഇൻബിൽറ്റഡ് വരുന്നുണ്ട്. സബ് വൂഫറിൻ്റെ ഫിൽറ്ററിന് വേണ്ടിയും നിങ്ങൾക്ക് USB മോഡലിനും യൂസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു പവർ സപ്ലൈ ഉപയോഗിക്കുന്ന രീതിയിലാണ് ഈ പ്രോഡക്റ്റ് വരുന്നത്. കൂടാതെ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്തിട്ട് പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ്. കെൽട്രോണിൻ്റെ ഒറിജിനൽ കപ്പാസിറ്റർ ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. 5000 IFൻ്റെ 50 വോൾട്ട് കപ്പാസിറ്റേഴ്സാണ് ഇതിനകത്ത് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. 85 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിൻ്റെ ഒരു ഹീറ്റ് അവർ പറയുന്നത്. ഓക്കെ, പിന്നെ 10 ആമ്പിയറിൻ്റെ 4 ഡയോഡും ഇതിനകത്ത് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ സബ് വൂഫറിൻ്റെ അല്ലെങ്കിൽ ചാനലുകൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സപ്ലൈ നമ്മൾ എടുക്കേണ്ടത്. കൂടാതെ ഈ ഒരു ഭാഗത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ് വൂഫറിൻ്റെ ഫിൽറ്ററിനോ അല്ലെങ്കിൽ ബാസ്റ്റബിൾ ബോർഡിനോ എന്തിനു വേണമെങ്കിലും നിങ്ങൾക്ക് ആ ഒരു റെഗുലേറ്റഡ് സപ്ലൈ 12-0-12 ഉപയോഗിക്കാം. ഇവിടെയാണ് AC 18-0-18 വരെ നമുക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം ഇവിടെയാണ്. പിന്നെ 0-12 വോൾട്ട് കൊടുക്കേണ്ടത് ഇവിടെയാണ്. പിന്നെ ഹൈ വോൾട്ട് ഇവിടെ കൊടുക്കേണ്ടത് ഇവിടെയാണ്. നിങ്ങൾക്കൊരു 30-0-30 വരെ നിങ്ങൾക്ക് ഇവിടെ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കും. കാര്യം കപ്പാസിറ്റർ 50 വോൾട്ട് DC ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ 30-0-30 വരെയുള്ള ട്രാൻസ്ഫോമർ നിങ്ങൾക്ക് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് ഈ ബോർഡ് വരുന്നത്. നല്ല ഗ്ലാസ് എപ്പോക്സി PCBയിലാണ് ഈ ബോർഡ് വരുന്നത്. നിങ്ങൾക്ക് ഇത് ആവശ്യമാണെങ്കിൽ AB ഇലക്ട്രോണിക്സിനെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.